രാഹുൽ ഈശ്വറിനെ രക്ഷിക്കൂ, സേവ് രാഹുൽ ഈശ്വർ എന്ന മീഡിയ വണ്ണിന്റെ പൊളിറ്റിക്കൽ ടീ പരിപാടിയിൽ പങ്കെടുത്തു. നോക്കി വെച്ചോണോ ഈ പരിപാടി? കാരണം മീഡിയ വണ്ണാണ് ആദ്യമായിട്ട് ഈ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യധാര ജേർണലിസ്റ്റുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു പരിപാടി കൊണ്ടുവന്നു. ശ്രീ ദാവൂദ്ജിയും നമ്മുടെ ശ്രീ നിഷാദും ശ്രീ അജിംസും ഒക്കെ ഒരുമിച്ച് ചേർന്ന് അവിടെ ഉള്ള പ്രമുഖ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന രീതി. അതിനുശേഷമാണ് പല മുഖ്യധാരാ ചാനലുകളും അങ്ങനെ ഒരു എഡിറ്റേഴ്സ് മീറ്റ് ചെയ്തത്. അതേപോലെ ഭാവിയിൽ ട്രെൻഡ് ആകാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ട്രെൻഡിങ് പരിപാടിയാണ് പൊളിറ്റിക്കൽ ടീ എന്ന് പറയുന്ന. അതായത് വളരെ യങ് ആയ പെൺകുട്ടികൾ ഇരുന്ന് സരസമായി, രസത്തോടെ, തമാശയോടെ, ഗഹനമായ ആഴമേറിയ വിഷയങ്ങൾ കൂടി സംസാരിക്കുന്ന ഒരു പരിപാടി. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് വലിയൊരു അവസരം ലഭിച്ചു. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു സേവ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന രസകരമായ ഒരു തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കൊടുത്തു. അപ്പൊ അതിലെ 1-2 പ്രസക്ത ഭാഗങ്ങൾ കാണിക്കാം ഞാൻ. എന്നിട്ട് അതിന്റെ ലിങ്ക് വിടാം, നിങ്ങൾക്ക് കയറി കാണാനായിട്ടുള്ള ലിങ്ക് വിടാം. വളരെ രസകരമായിരുന്നു, ഗംഭീരമായിട്ട് ആ പരിപാടി പോയി. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ പരിപാടിയുടെ ഒരു ഔട്ട് കണ്ടപ്പോൾ വളരെ സന്തോഷവും തോന്നി. രാഹുൽ ഈശ്വറിനെ രക്ഷിക്കൂ എന്നുള്ളതാണ് ആ പരിപാടിയുടെ ഒരു ടൈറ്റിൽ. ഞാനൊരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ്. ഒന്നുകൂടെ അത് പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഞാനൊരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ്. ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്, ഗാന്ധിയനാണ്. 4 പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ എടുത്തത് പുരുഷ കമ്മീഷനാണ്. എന്തിനാണ് ഈ ചാനൽ ഡിബേറ്റുകളിൽ വന്നിട്ട് ഇവര് വിവരക്കേട് പറയുന്നത്? ഇംഗ്ലീഷിലുള്ള പ്രയോഗം ഞാൻ പറയുന്നില്ല, വീട്ടിൽ കൊണ്ട് വെച്ചാൽ കുറച്ചുകൂടെ മോശമായിട്ട് പറയുന്നത് ഞാൻ പറയുന്നില്ല. ഞാൻ ഇനി ഇന്ന് എന്ത് ചെയ്യും നോട്ടിരിക്കാറുണ്ടോ? ഞാൻ സെക്കുലർ അല്ല, ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ഞാൻ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഗാന്ധിജി സെക്കുലർ ആയിരുന്നില്ല. ഗാന്ധിജി മതസൗഹാർദ്ദവാദിയായിരുന്നു, ബഹുസ്വരവാദിയായിരുന്നു, പ്ലൂറലിസ്റ്റ് ആയിരുന്നു. നെഹ്റുവിയൻ സെക്കുലറിസ്റ്റ് ആയിരുന്നില്ല ഗാന്ധിജി. ഗാന്ധിയൻ സെക്കുലറിസം അഥവാ പ്ലൂറലിസം അഥവാ മതസൗഹാർദ്ദം അഥവാ ഹിന്ദു മുസ്ലിം ഐക്യം അഥവാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം അഥവാ മത സാഹോദര്യമാണ് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചത്. മോനും ഇപ്പം ചോദിക്കാറുണ്ട്. വളരെ സൗമ്യനായ സന്തോഷത്തോടുകൂടി പറഞ്ഞു കന്നഡ ജയിലിൽ പണി നടക്കുകയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല 100 ദിവസം മലയാളി ദിവസം. എനിക്ക് മലയാളി ദിവസം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഏറ്റവും നല്ല TV പരിപാടികൾ എനിക്ക് ഏറ്റവും ഒരു പേഴ്സണൽ ചെറിഷ് ചെയ്യുന്നത് മലയാളി ദിവസം തന്നെയാണ്, ഒരു സംശയമില്ല. ഇതുവരെയുള്ളതിൽ ഏറ്റവും പക്ഷെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. അവിടെ ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പിൽ കുടുങ്ങി പോയിട്ടില്ലേ? 2 കാര്യങ്ങൾ. അതിന്റെ ഒരു സിറ്റുവേഷൻഷിപ്പ് ആയിരുന്നു. ഈ അടുത്തൊരു മന്ത്രി പറഞ്ഞായിരുന്നു 5000-ലധികം ഞാൻ തൂവാനത്തുമ്പികളുടെ ഒരു ഫാനാണ്. ഞാൻ കടുത്തൊരു തൂവാനത്തുമ്പികൾ ആരാധകനാണ്. രാജൻ ആരാധകനാണ്, ലാലേട്ടൻ ആരാധകനാണ്, ക്ലാരയുടെ ഒരു ആരാധകനാണ്. രാത്രി 12 മണിക്ക് ഒറ്റപ്പാലം അതായത് എനിക്കിപ്പോഴും തൂവാനത്തുമ്പികളും മേഘം പൂത്തു തുടങ്ങി അല്ലെങ്കിൽ 1-ാം രാഗം പാടി അല്ലെങ്കിൽ തൂവാനത്തുമ്പികളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എനിക്ക് തോന്നുന്നു 90s കിഡ്സ് ആയിട്ട് വളർന്നു വരുന്ന ആർക്കും തൂവാനത്തുമ്പികളുടെ ഇഫക്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. തൂവാനത്തുമ്പികൾ ഒരു വല്ലാത്ത സംഭവമാണ്. ബോട്ട് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴേ സൂര്യയുടെ ഒരു സിനിമയിൽ സൂര്യയുടെ ബ്രദറായിട്ടൊക്കെ ഒരു വേഷം ചോദ്യങ്ങൾ എനിക്ക് ക്രിക്കറ്റിൽ വരുന്ന ബോളുകളെ പോലെയാണ് എളുപ്പത്തിൽ. ഈ പറയുന്ന ആളുകളെല്ലാം കുറ്റവാളികളാണെന്ന്, നിരപരാധികളല്ലെന്ന് എന്നെങ്കിലും വിധി വരികയാണെങ്കിൽ രാഹുൽ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയും. ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് എക്സസ് അതായിരുന്നില്ല അതിലെ ഡയലോഗ്. ഞാൻ കൃത്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞു. ഒരു കാരണവശാലും ഇവർ കുറ്റക്കാരല്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങുന്നത്. അതോടൊപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞ നിലപാടുകളാണ് ശരിയായിട്ട് വന്നത്. ഇവര് പറഞ്ഞതല്ല. ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ, ശ്രീ ബാലേന്ദ്രന്റെ കാര്യത്തിൽ, ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ, അങ്ങനെ അസംഖ്യം കാര്യങ്ങളിൽ ആ തെറ്റ് സംഭവിക്കട്ടെ, എനിക്ക് യാതൊരു പടിയില്ല. അത് ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലത്ത് കുറച്ച് വയലൻസ് ഉണ്ടായി, അന്ന് എന്റെ കൈ നിന്നില്ല, അത് പറഞ്ഞതാ. പോലുള്ളവരെ പറ്റിക്കാൻ വേണ്ടി പോലീസ് ഉണ്ടാക്കിയ പറാട്ട് നാടകമാണ് ആ സാധനം. ദിലീപിന്റെ കേസ്. അതിനകത്ത് എന്ത് വിപ്ലവം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്? 2 കാര്യങ്ങളേ. മൂന്നാമത്തെ കാര്യം നമ്പേഴ്സ് നോക്കൂ, നമുക്ക് നമ്പേഴ്സ് വെച്ച് സംസാരിക്കാം. നല്ല രസകരമായ പരിപാടിയാണ്. ആ പരിപാടി കാണണം, ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീ നിഷാജിയാണ് അതിന്റെ പ്രൊഡ്യൂസർ എന്ന്.
അതിനെ വിളിച്ച നന്ദി, എന്നെ അതിന് വിളിച്ച ആൾക്കാർക്ക് നന്ദി. ഈ 4 പെൺകുട്ടികളും ഗംഭീരമായി തന്നെ സംസാരിച്ചു. നല്ല കാര്യഗൗരവമുള്ള, സോഫ്റ്റായ, വെൽ സ്പോക്കൺ ആൻഡ് വെൽ ബിഹേവ്ഡ് ആൻഡ് മാനേർഡ് ആയ ആൾക്കാരാണ്. അപ്പോൾ അവർക്കെല്ലാം താങ്ക് യു. മീഡിയ വണ്ണിന്റെ ഈ പൊളിറ്റിക്കൽ ടീ എന്ന പരിപാടി ഇനി വളരെ ട്രെൻഡിങ് ആകട്ടെ. അതായത് അത്തരത്തിലുള്ളൊരു പാറ്റേൺ നല്ലതാണ്. വളരെ യങ് ആയ പെൺകുട്ടികൾ, പൊതുവെ പെൺകുട്ടികൾ ഇങ്ങനെ രാഷ്ട്രീയ സംസാരങ്ങൾ കുറവാണ്, അത് വേണം, ഉറപ്പായിട്ട് വേണം. അങ്ങനെ പെൺകുട്ടികൾ ആ രാഷ്ട്രീയ സംസാരം എടുത്ത് സംസാരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പാറ്റേൺ വേണം. ഓൾ ദ ബെസ്റ്റ് ടു മീഡിയ വൺ ആൻഡ് പൊളിറ്റിക്കൽ ടി.